ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മളിതേ തൊട്ട് പൊക്കത്തായിട്ട് എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ മെഴുകുതിരി വേണ്ടി പോകും. ഇന്ന് കുറച്ച് ലേറ്റായി, 6:15. അപ്പം നമ്മൾ ഇതേ 3 പേരും കൂടെ കേട്ടോ പോകുന്നത്. മെഴുകുതിരിയൊക്കെ ഉണ്ട്. ഇതാരാന്ന് അറിയില്ലല്ലോ, പറഞ്ഞോട്. ഓക്കെ, ഇത് ഞങ്ങളുടെ പപ്പയുടെ അനിയൻ്റെ മോളാണ്. ലിയോണ. അപ്പോൾ അവൾ 6ാം ക്ലാസ്സിലാട്ടോ പഠിക്കണേ. ഇവിടെ പോവാട്ടോ. അവിടെയാണ് ഗൈസ്, കേട്ടോ മഴ ചാറുന്നുണ്ട് കേട്ടോ. പക്ഷെ മഴ ചാറുന്നുണ്ട്. ഒരു പൂച്ച ഓടിച്ചു ഗൈസ്. നമ്മൾ അടുത്തെത്തി. ഇപ്പോൾ ഇവിടെയാണ് കയറണേ. ജൂലിയുണ്ട്, ആക്കുട്ടറുണ്ട്. എസ്കോ ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. ഇവിടെ വരും. അപ്പോൾ മഴ ഗൈസ്. കത്തിക്കാൻ പോവാണ് ജൂലി. കത്തുവോ? കത്തിയില്ല. കത്തി ഇറങ്ങി ഗൈസ്. എല്ലാവരും നിൽക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. ഇത്രക്കുള്ള നമുക്ക് അവിടെ പോയി പോയിട്ടില്ല. നമുക്ക് കുറച്ച് ഇതാക്കട്ടെ. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ചെറിയൊരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? പള്ളിപ്പോവും താഴ്ത്തിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലം. അവിടെ വെള്ളം ഉണ്ടാവുമോ? എല്ലാ ദിവസം ഉണ്ടാവുന്നതല്ലേ? അതുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. ഇറങ്ങിയാണ് ഗൈസ്. ചേച്ചി കഴിക്കണം. എൻ്റെ ചേച്ചി ട്യൂഷൻ പഠിക്കുന്ന സ്ഥലം കാണിച്ചു. ഞാനും പോകാണ്ട്. നമ്മൾ ചുമ്മാ നടക്കാറില്ല. വെള്ളച്ചാട്ടം കിടന്നു പറയാൻ കാണൂ. പുറത്തിരിക്കണ്ടോ? ഞാൻ മൊത്തം കയറണം. വീട്ടില് വയസ്സിന് മൊത്തം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പറയാനുണ്ട് ഗൈസ്. ഇതൊക്കെ അവർ കാണണം ഗൈസ്. നമ്മൾ പറയണില്ലെന്ന് മൈക്ക് കേൾക്കട്ടെ. ആ വീട്ടിലാണ് ഗൈസ് വെള്ളം പിടിക്കാൻ പോയി. ഈ വീടിൻ്റെ അപ്പുറത്ത് ആ ഓട്ടോറിക്ഷ ഇരിക്കണേ. കോഴി ഗൈസ്, കോഴി അതുപോലത്തെ ഒരു കോഴിയാണ് ജോലി. കോഴി കേസ് ഇപ്പം ഇന്നലെ തല. ഇതാണ് പഠിക്കാൻ പോണേ. വൈകിയത് ഉണ്ടല്ലോ. വ്ളോഗ് വട്ടപ്പാറ. പെട്ടി ഡോണ ക്ലാസ്സിന് വായിക്കുക. അടിച്ചു പറ്റുവാടോ. അവൾ ചിരിക്കണുണ്ടോ ഗൈസ്? ഇങ്ങനത്തെ ടൈപ്പ് അവള്. ഓ, വെള്ളച്ചാട്ടത്തെ സൗണ്ട് കേൾക്കുന്നു ഗൈസ്. വെള്ളച്ചാട്ടം എന്ത് പറയുന്നു? നമ്മൾ ആ ശബ്ദം നമ്മുടെ കാതുകളിലേക്ക് ആകർഷിക്കും. ഓ മൈ ഗോഡ്. എന്തോ കാണിച്ചു വീഡിയോ കണ്ടിട്ട് ചമ്മി കാണിച്ചു തരാം ഗൈസ്. അവിടെ എത്തട്ടെ. ഇച്ചിരി വെള്ളച്ചാട്ടം അങ്ങനെയൊന്നുമല്ല, ഇച്ചിരി വെള്ളം ചാടുന്നു. ചാടുന്നു അങ്ങനെ പറയും ഗൈസ്. കാണുന്നുണ്ടോ? കാണുന്നില്ല. ഓ ചെടി ഗൈസ്. വെള്ളം നിങ്ങളിതാ കാണാൻ പോകുന്നു വെള്ളച്ചാട്ടം. ഇതാ ഓ സൗണ്ട് ഗൈസ്, ഒടുക്കത്തെ സൗണ്ട് കേട്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ അരിക്കൽ വെള്ളച്ചാട്ടം. അരുവിക്കും വെള്ളച്ചാട്ടം.
മൈക്ക് സെറ്റ് ചെയ്തേ. അവിടെ ഒരു പട്ടി ഇവിടെ ഒടുക്കത്തടി ഗൈസ്, വെള്ളം ഒടുക്കത്തടിയാ. ഓടിയത് ഇങ്ങനെ കൊണ്ടുപിടിക്കാൻ വീഴും. അങ്ങാതെ എവിടെ വരെ പോയി? ഇത് കാണുന്നില്ലേ അങ്ങോട്ടൊന്നും വെള്ളം? ഈ വെള്ളം എങ്ങോട്ട് പോകണം? അങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇത്രയും വെള്ളം പോയിട്ട് അത്രയും വെള്ളം ഉള്ളോ കെട്ടിട്ട് അല്ലേ? നാച്ചുറൽ വാട്ടർഫാൾ ആണ്. നല്ല ശബ്ദം ഉണ്ടല്ലേ. പക്ഷേ ബി കെയർഫുൾ. ആ വീട്ടിലൊരു പട്ടിയുണ്ട്. പട്ടി വന്നു കഴിഞ്ഞാൽ ഓടിച്ചു വരും. എന്നെ കെട്ടിയിട്ടില്ലേ? അങ്ങനെ അഴിച്ചു വിടണം വൈകുന്നേരം. അതിനെതിരാ എന്തോ ഇവനെ കാട്ടുമാരെ എക്കോ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തവണ ഞങ്ങൾ വരാൻ നേരത്തെ അപ്പുറത്ത് ഇവിടെ എത്തണ്ട. ഞാൻ ഇവിടെ വീട് എന്നിട്ട് ആ ചേച്ചി അന്നേരം പിടിച്ചതിന്. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നതിന് പപ്പ വാടി ഒന്ന് പോയി നോക്കിയിട്ടേ. ഏത് വീട്ടിലാ? ഈ വീട്ടില്. ഈ വീട്ടിലോ? ഓ ജൂലിക്ക് എന്തെങ്കിലും പേടിയാവാണ് ഇവള് പറപ്പിക്കും. ഞാൻ ഓടും. വണ്ടി ഉണ്ട്. ആ കൂട്ടർ ഇങ്ങനെ ഓടറേ. പാലൊക്കെ വെള്ളം വങ്ങി. അതല്ലേ ഞാൻ ചോദിച്ചത്. കൈസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കൈസ്. അർജന്റീനയുടെ നല്ല രസമുണ്ടല്ലേ കൈസ്? ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ കൈസ്. എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ? പത്തിമുപ്പോടി ദേവകൾക്കെന്നും തൊപ്പനെന്നും പാട്ടുണ്ടെന്ന് തോന്നുന്നു. ചേട്ടന്റെ കഷ്ണ ഇതെന്താ പറയണത്? വണ്ടിയുടെ ലെവന്റെ ഏത് വീട്ടിൽ നിന്ന് അപ്പൊ അവരാ വീഡിയോ ഇത് ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മതിയോ? നമ്മള് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നിങ്ങൾ വീട്ടിൽ പോവാ. ഈ ലൊക്കേഷൻ വേണ്ട ഒരു കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ നേരെ പോവാം കേട്ടോ. ഇവള് പൂ പറിക്കണ കണ്ട് ഗൈസ്. ഉള്ളി ഇടിക്കുമെന്ന് തോന്നുന്നു. ഉള്ളി ഇടിക്കും. ഉള്ളിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയും. മാറ്റി നോക്കി എടി, ഞാൻ പൂ പറിച്ചില്ല അവിടെ നിന്ന്. റോസാപ്പൂ അതാ പുള്ളിക്കാരി കണ്ടായിരുന്നു. ൾക്കെന്നും തൊപ്പനെന്നും ഓടീശ്വരനല്ലേ. ഞാനാണെങ്കിൽ നമ്മളതുവഴി തിരിച്ചു വന്നില്ലേ, അപ്പൊ പുള്ളിക്കാരി വീടിന്റെ അകത്ത് നിന്ന് കറക്റ്റാൻ മാറ്റി നോക്കി നമ്മളെ. ഞാനില്ല ചേച്ചി വന്നിട്ട് അവരുടെ മുമ്പിൽ കൂടെ അതേ ബാഗിൽ ഇട്ടുകൊണ്ട് വന്നേക്കണേ. തിരിച്ചു പോവാണ് ഗൈസ്. നമ്മുടെ വീട് കാണിക്കാൻ ഒരു പാട്ട് കോപ്പിറൈറ്റ് കിട്ടും. ഒരു കണ്ണനേ കരിമുകിലമ്പരേ ഞാൻ ടൂണൊക്കെ ഇടാന്ന് ചോദിച്ചിരുന്നു. അന്നേരം വന്ന കാശ് ഇന്ന് കാണിക്കുക. ഇതാണ് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തണം നോക്കണേ. നമുക്ക് പോവാം, നമുക്ക് പോവാം. എടി പൊട്ടി നീ വിട്ടായിരുന്നു. ഞാൻ ഒരു തവന്റെ കേട്ടെ.
അക്കൗണ്ടൊക്കെ ബാൻ ചെയ്യും തേങ്ങ. ഞാൻ ഫോൺ കേട്ടു. ഇത് എന്റെ ചേച്ചിയല്ല കേട്ടോ. ഞാൻ വഴി പോക്കടാ പോയത് കാണും പക്ഷേ കാണിക്കണേ. ഇത് കടേൻ്റെ അവിടെ വെച്ചു പള്ളി മറ്റേ അവിടെ കടേൻ്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. സമ്മതിക്കണം. എന്തി കാണിക്കണേ. പണ്ടാരം ഇത് ജോലി ചിരിക്കുള്ള എന്ത് കാണിച്ചേച്ചി. ആ അതാണ് കോമഡി. രൂപമായിട്ട് വന്ന് ഇങ്ങനെ അങ്ങ് നടന്ന് ഇപ്പൊ ചെരുപ്പ് മറ്റേ ചെരുപ്പ് ഇങ്ങനെ അങ്ങ് പോയി. കാണിച്ചു തരാം നിന്. പൂച്ച ഇപ്പൊ വാക്കൂട്ടർ കടിക്കണം. നീ അടുത്തിട്ട് എന്തേടി നിങ്ങൾക്ക് പൂച്ചേനെ പേടി കഴിച്ച് അങ്ങനത്തെ ഇപ്പ പൂച്ചയല്ലത് പട്ടി. ഇപ്പൊ വിളിച്ചാലും ബുദ്ധിയില്ലാത്ത ടൈപ്പാണ്. ഓ ഗൈസ് അങ്ങ് ദൂരത്തൊരു പട്ടിയുണ്ട് ഗൈസ്. ഇവിടെ ഒക്കെ വീട് വരാൻ പോവാണ്. അവിടെ ഒരു വീട് ഞാൻ പോവാണ്. നിന്റെ വീട്ടിലവിടെ വെച്ചിട്ട് എന്നെ ഒപ്പിക്കണേ നോക്കിയാലോ. പോയി കാര്യം പറഞ്ഞു മൈക്ക് അപ്പൊ നമ്മുടെ വീടെത്തി ഗൈസ്. വീടെത്തി ഇതേ ഗൈസ്. വീട് കാണിക്കണേ ഇവിടെ താങ്കൾ പ്ലീസ് ഒന്നിനും കൂടെ ഒന്ന് ടേക്ക് പ്ലീസ്. ഇപ്പൊ പാമ്പടിക്കില്ല. ഓ നീലക്കോയില് പ്ലീസ്. ഗൈസ് ഞാനാണ് നീലക്കോയില്. എനിക്ക് എല്ലാവരും ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആകൂട്ടെ അയ്യോ വീഴത്തേക്ക്. അപ്പൊ ഇവന് നമ്മള് കേറി വിടുന്നത് ഇവന് വട്ട. ഇവൻ വിചാരിക്കും വട്ടാന്നല്ലത്. ഞാൻ നോക്കിയപ്പോഴല്ലോ ജൂലി. ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോ ജൂലി അയ്യോ ഇവ വിചാരിച്ചാണോ എല്ലാത്തിനും വട്ടാത്. ഇത് നോക്കിയപ്പോ ജൂലി മറ്റു സാധനം ചെയ്യാം. എന്തേലൊക്കെ വ്ലോ ഇങ്ങനെ സൈലൻസ് പോലെ ചെയ്യാം. അത് സെക്കൻഡ് പാർട്ടാക്കി ഇറക്കി പോരെ. സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാം ഗൈസ്. അടുത്തൊരു വീഡിയോനകത്ത് അത് വരും ഗൈസ്. ഇതിപ്പോൾ ഒരുപാട് ലെങ്ത് ആയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ വീടെത്തി.